എല്ലാവർക്കും നമസ്കാരം. ഒഡീഷയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിൻ്റെ സമഗ്രമായിട്ടുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ സൂര്യക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ സൂര്യദേവൻ്റെ ഭാര്യയായിട്ടുള്ള ഛായാദേവിയുടെയും ഒരു ക്ഷേത്രമുണ്ട്. അതുപോലെ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിന് വെളിയിലായിട്ട് പുരാതനമായിട്ടുള്ള ഒരു നവഗ്രഹ ക്ഷേത്രമുണ്ട്. ഇവയുടെ എല്ലാ കാഴ്ചകളോടൊപ്പം ഈ ക്ഷേത്രത്തിനെക്കുറിച്ചിട്ടുള്ള പൗരാണികവും അതുപോലെ തന്നെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളോടൊപ്പം ആനുകാലികമായിട്ടുള്ള സംഭവവികാസങ്ങളെക്കുറിച്ചിട്ടും ഒക്കെ വളരെ വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ്. ഇതുപോലെ ഭാരതത്തിലെ പുണ്യക്ഷേത്രങ്ങളിലൂടെയും പുരാതന നഗരങ്ങളിലൂടെയും ചരിത്ര സ്മാരകങ്ങളിലൂടെയും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൂടെയും ഒക്കെയുള്ള യാത്രകൾ നിങ്ങൾക്ക് മുന്നോട്ട് കാണുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പുരിയിൽ നിന്നാണ് ഞാൻ കൊണാർക്കിലേക്ക് എത്തുന്നത്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ബസ് സ്റ്റാൻഡുണ്ട്. അവിടെ നിന്ന് നമുക്ക് കൊണാർക്കിലേക്കുള്ള ബസ്സുകളൊക്കെ കിട്ടും. ഏകദേശം ഒരു 40 കിലോമീറ്റർ ദൂരമാണ് പുരിയിൽ നിന്ന് കൊണാർക്കിലേക്കുള്ളത്. ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് പുരിയിൽ നിന്ന് കൊണാർക്കിൽ എത്താനായിട്ട് പറ്റും. പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിശദമായിട്ട് നമ്മൾ 2 വീഡിയോകൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 10-12 ഷോർട്ട് വീഡിയോസ്, ചെറിയ വീഡിയോസും ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കയറി കാണാൻ താല്പര്യമുള്ളവരൊക്കെ കാണുക. പുരിയിൽ നിന്ന് കൊണാർക്കിലേക്ക് നമ്മൾ വരുന്നത് ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്തോടെയാണ്. കടലിൻ്റെ തീരം ചേർന്നാണ് ബസ് പോകുന്നത്. ഇവിടെ ചന്ദ്രഭാഗ എന്ന് പറയുന്ന ഒരു ബീച്ച് ഈ റോഡിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്വന്തം വാഹനത്തിനൊക്കെയാണ് വരുന്നത് അല്ലെങ്കിൽ ടാക്സി വിളിച്ചിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ ബീച്ചിലൊക്കെ ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് കൊണാർക്കിലേക്ക് പോകാം. അല്ലെങ്കിൽ തിരിച്ചു വരുന്ന വഴിക്കാണെങ്കിൽ നമുക്ക് ഈ കാഴ്ചകൾ കാണാം. പക്ഷേങ്കിൽ ഞാൻ ബസ്സിനാണ് അങ്ങോട്ട് പോയത്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇറങ്ങി ഈ ബീച്ചിലെ കാഴ്ചകളൊന്നും കാണാനായിട്ട് നിന്നില്ല. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ബസ്സിൽ ഇരുന്ന് തന്നെ പിടിച്ചിട്ടുള്ള കാഴ്ചകളാണ്. കൊണാർക്കിലെ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പാണ്. ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ ക്ഷേത്രത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2 സൈഡിലും, ഈ വഴിയുടെ 2 സൈഡിലും ഇങ്ങനെ അനേകം കച്ചവട സ്ഥാപനങ്ങളൊക്കെയാണുള്ളത്, ചെറിയ കടകളൊക്കെയാണുള്ളത്. അങ്ങനെ നമ്മൾ കൊണാർക്ക് ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിൻ്റെ മുന്നിലേക്ക്, ഗേറ്റിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. 40 രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ്. ഇത് ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലാണ് ഈ ക്ഷേത്രം ഇപ്പോഴുള്ളത്. അതുകൊണ്ടാണ് നമുക്കിവിടെ ടിക്കറ്റ് എടുക്കേണ്ടത് വരുന്നത്. അപ്പോൾ 40 രൂപയുടെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് നമ്മൾ പോവുകയാണ്. നമുക്ക് വളരെ ദൂരെ നിന്ന് തന്നെ ക്ഷേത്രത്തിൻ്റെ ദൃശ്യം നമുക്ക് കാണാനായിട്ട് പറ്റും. 128 അടിയാണ് ക്ഷേത്രത്തിൻ്റെ ഉയരം. നമ്മളിപ്പോൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ പാട്ടിന് പറയുന്ന ജഗ്മോഹൻ എന്നാണ് പറയുന്നത്. ആ ഭാഗത്തിന് 128 അടി ഉയരമാണുള്ളത്. അപ്പം നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് നമുക്ക് ചെന്നിട്ട് കൂടുതൽ കാഴ്ചകൾ കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെ ഒരു ഫലകത്തിൽ ഇങ്ങനെ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. AD 1238 മുതൽ 1264 വരെയുള്ള കാലഘട്ടത്തിലായിരിക്കാം ഈ ക്ഷേത്രം പണിതെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗംഗാ വംശത്തിലെ രാജാവായിട്ടുള്ള നരസിംഹദേവ് ഒന്നാമൻ എന്ന് പറയുന്ന രാജാവാണ് ഈ ക്ഷേത്രം പണിതെന്നാണ് ചരിത്രപരമായിട്ടുള്ള ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമുക്ക് 2 സൈഡിലായിട്ട് ഇതുപോലെ 2 വലിയ പ്രതിമകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പ്രതിമകൾ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കഴിഞ്ഞാൽ ഇവിടെ 3 സ്ട്രക്ചറുകളാണ് ഈ പ്രതിമയ്ക്കുള്ളത്. ഒന്ന് ഏറ്റവും താഴെ ഒരു മനുഷ്യൻ്റെ ഒരു പ്രതിമയാണുള്ളത്. ഒരു മനുഷ്യൻ കിടക്കുന്ന രീതിയിലൊരു ഇതാണുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു ആനയാണുള്ളത്. ഏറ്റവും മുകളിലായിട്ട് ഒരു സിംഹമാണുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ മനുഷ്യന് ഈ സിംഹം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശക്തിയുടെ പ്രതീകമാണ്. ആന എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ഈ സമ്പത്തും ശക്തിയും ഒക്കെ മനുഷ്യന് കൂടിക്കഴിഞ്ഞാൽ, അതിലൊക്കെ അഹങ്കാരം മനുഷ്യനുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യനെ അമർത്തി വെക്കും, മനുഷ്യനെ താഴോട്ട് പതിപ്പിക്കും എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ആയിട്ടാണ് ഈ പ്രതിമ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിന് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്. നമ്മളിപ്പോൾ ഇതിൻ്റെ നാട്യമണ്ഡപം എന്ന് പറയുന്ന ഭാഗത്താണുള്ളത്. ഈ നാട്യമണ്ഡപത്തിലായിരുന്നു പണ്ട് ഈ നൃത്തങ്ങളും അങ്ങനെ കലാരൂപങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ഈ നാട്യമണ്ഡപം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് അനേകം ഈ കൊത്തുപണികളും കാര്യങ്ങളും ഒക്കെ ഇവിടെ കാണാനായിട്ട് വരും. ഇതിനിപ്പം നമുക്ക് മേൽക്കൂര ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നില്ല. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ല. മേൽക്കൂര പണിയാതിരുന്നതാണോ അതോ പണി പൂർത്തീകരിക്കാൻ പറ്റാതിരുന്നതാണോ അതോ പണിത് കഴിഞ്ഞിട്ട് നശിച്ചു പോയതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്തായാലും നിലവിലിപ്പോൾ നമുക്കിതിൻ്റെ മേൽക്കൂര കാണാനായിട്ടില്ല. നമ്മൾ നാട്യമണ്ഡപത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ടുള്ള ജഗ്മോഹൻ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ദൃശ്യമാണ് നമ്മളിപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ നാട്യമണ്ഡപത്തിൻ്റെ താഴെ ഇറങ്ങിയിരിക്കുകയാണ്. സാധാരണ ഞാൻ ഏത് ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാലും ആ ക്ഷേത്രത്തിൻ്റെ കോംപ്ലക്സിൽ മുഴുവനായിട്ട് ക്ഷേത്രത്തിൻ്റെ വെളിയിലൂടെ ഒരു പ്രദക്ഷിണം ചെയ്യാറുണ്ട്. നമുക്ക് അങ്ങനെ ആ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് നമുക്ക് ഈ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമ്മളിപ്പോൾ നാട്യമണ്ഡപമാണ് നേരെ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്യമണ്ഡപമാണ്. ഈ നാട്യമണ്ഡപത്തിൻ്റെ ചുറ്റും നമുക്ക് അനേകം കുത്തുപണികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എനിക്ക് കുത്തുപണികളെ കുറിച്ചൊന്നും കൂടുതൽ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാത്തത്. എന്തായാലും ഒരു കാര്യം ഇവിടെ കാണാനായിട്ട് ഞാൻ
ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്ത്രീകൾ പല ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. യുദ്ധം ചെയ്യുന്നതും അതുപോലെ വാദ്യോപകരണങ്ങൾ വായിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സ്ത്രീകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്ത്രീകൾ അതായത് ഡെയിലി ആക്ടിവിറ്റീസിൽ സ്ത്രീകൾ ഇടപെട്ട് നിൽക്കുന്ന ഒരു സമൂഹം ഇവിടെ പണ്ട് കാലത്തുണ്ടായിരുന്നു എന്നുള്ളതിനൊരു തെളിവായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളെക്കുറിച്ച് ഇവിടുത്തെ ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് പറയുന്ന ഇവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു ഒരു തെറ്റിദ്ധാരണയൊക്കെ ഇപ്പോൾ പലയിടത്തും പരത്തുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയൊക്കെ അല്ലായിരുന്നു. ഇവിടെ സ്ത്രീകൾക്ക് വളരെ ആക്റ്റീവായിട്ട് സ്ത്രീകൾ സമൂഹത്തിൻ്റെ നാനാ മേഖലകളിലും ഇടപെട്ടിരുന്നു എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാട്യമണ്ഡപത്തിൻ്റെ നേരെ മുന്നിലായിട്ട് വരുന്ന ജഗ്മോഹൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇതാണ് നമുക്കിപ്പം നിലവിൽ ഈ സൂര്യക്ഷേത്രത്തിൽ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ട്രക്ചർ ഇതാണ്. ഇതുകൊണ്ട് നേരെ മുന്നിൽ കാണുന്ന ഒരു കുതിരയാണ്. അതുപോലെ തൊട്ടുപുറകിൽ കാണുന്ന വേറെ ഒരു കുതിരയാണ്. അപ്പോൾ ഈ കുതിരകൾ 7 കുതിരകൾ വലിക്കുന്നതാണ് സൂര്യൻ്റെ രഥത്തിനെ കുറിച്ച് നമുക്കറിയാം. 7 കുതിരകൾ വലിക്കുന്ന ഒരു രഥമാണ് സൂര്യൻ്റെ രഥം. ആ സൂര്യൻ്റെ രഥത്തിൻ്റെ ഒരു മാതൃകയിലാണ് ഈ ക്ഷേത്രം പൂർണ്ണമായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇതുപോലെ കണ്ട സൂര്യൻ്റെ രഥത്തിൻ്റെ ചക്രമാണ് ഈ കാണുന്നത്. ഇതുപോലെ 24 ചക്രങ്ങളുണ്ട്. ആകെ 24 ചക്രങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഇതുപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ 24 ചക്രങ്ങളുള്ള 7 കുതിരകൾ വലിക്കുന്ന ഒരു രഥത്തിൻ്റെ മാതൃകയിലാണ് ഈ ക്ഷേത്രം പൂർണ്ണമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ 7 കുതിരകളിൽ ഇപ്പോൾ 2-3 കുതിരയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കി കുതിരകളൊക്കെ കാലപ്പഴക്കം കൊണ്ട് ഇത് നശിച്ചു പോയതാണെന്ന് തോന്നി. ഇതാരും തകർക്കപ്പെട്ടതായിട്ടൊന്നും നമുക്ക് ഈ ചരിത്രരേഖകളിലൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല. കാലപ്പഴക്കം കൊണ്ട് നശിച്ചു പോയതാണെന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കാലപ്പഴക്കം കൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിന് ബലക്ഷയം സംഭവിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുകയില്ല. അതിന് കാരണമെന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും കർണാടകയിലും ഒക്കെ അനേകം ക്ഷേത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് ഉണ്ടാക്കിയത് ഒരു കേടുപാടും ഇല്ലാതെ ഒരു ബലക്ഷയവും ഇല്ലാതെ ഇന്ന് നിലനിൽക്കുന്ന ക്ഷേത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴത്തേന് ഇതിന് ബലക്ഷയം സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുകയില്ലായിരിക്കും. ഇതിന് ബലക്ഷയം സംഭവിക്കാനായിട്ടൊരു കാരണം നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതെന്താണെന്ന് ഞാൻ പറയാം, മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറയാം. നമുക്ക് ഈ കാഴ്ചകൾ തന്നെ നമുക്ക് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം. ഇതുകൊണ്ട് ഇതുപോലെ അനേകം ഈ നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളാണ്. ശില്പങ്ങൾ ഇത് വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല. ഓരോ താഴെയും മുകളിലൊക്കെ ആയിട്ട് ഓരോ രീതിയിലുള്ള ശില്പങ്ങൾ ഇവിടെ എല്ലാം കുത്തിവെച്ചിരിക്കുന്നത് കാണാം. നമുക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുന്നിൽ നിന്ന് ഇപ്പം വന്നിട്ട് നമ്മൾ ഇടതുവശത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ 4 ഭാഗത്തും നമുക്കിങ്ങനെ ഉള്ളിലോട്ട് കയറാനായിട്ടുള്ള വഴികളും പടവുകളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഇങ്ങനെ അതിന് മുകളിലോട്ട് നമുക്ക് കയറാനായിട്ട് പറ്റുകയില്ല. ഇതിന് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇവർ സെക്യൂരിറ്റിക്കാർ നമ്മളെ വിസിലടിച്ച് നമ്മളെ ഓടിക്കും. ഇവിടെ വേറെ ഒരു സംഗതി പറയാനായിട്ടുള്ളത്, ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് പരസ്പരം ചെറുതും വലുതുമായിട്ടുള്ള കല്ലുകൾ പരസ്പരം യോജിപ്പിച്ചാണ്, ഇൻ്റർലോക്കിങ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ പൂർണ്ണമായിട്ട് പണി കഴിപ്പിച്ചത്. ഇവിടെ കുമ്മായമോ അല്ലെങ്കിൽ അതുപോലെ ഈ കല്ലുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് മറ്റ് സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ പറയുന്നത് ഇതിൻ്റെ ഈ കല്ലുകൾക്കിടയ്ക്ക് ഇരുമ്പ് പാളികൾ ഈ കല്ലുകൾക്കിടയ്ക്ക് വെച്ചിട്ട് ഒരു കല്ലിൻ്റെ മുകളിൽ ഒരു ഇരുമ്പ് പാളി, അതിന് മുകളിൽ മറ്റു കല്ലുകൾ വെച്ചിട്ട് ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്നും പറയുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് ഈ ഒരു ചക്രം കണ്ടോ, ഇതുപോലത്തെ ഈ ചക്രങ്ങൾ ഇതിന് ചുറ്റും 24 ചക്രങ്ങളുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ചക്രങ്ങൾ നമുക്ക് നമ്മുടെ 10 രൂപ നോട്ടിൽ കാണുന്നത് ഈ ചക്രമാണ്. 10 രൂപ നോട്ടിൽ ഇങ്ങനെ കൊണാർക്കിലെ ഈ ചക്രത്തിൻ്റെ പടം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ചക്രങ്ങളെക്കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ചക്രത്തിൻ്റെ നിഴൽ നിലത്ത് പതിക്കുന്നതനുസരിച്ചിട്ട് സമയത്തിനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള എന്തോ ഒരു ടെക്നിക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചും എനിക്ക് കൂടുതൽ അറിയത്തില്ല. ഞാൻ ഈ കൊണാർക്ക് ക്ഷേത്രത്തിൽ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഈ ക്ഷേത്രം ഇത്രയും വലിയൊരു ക്ഷേത്രമാണെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇത്രയും ശില്പഭംഗി ഉള്ള ഒരു ക്ഷേത്രമാണെന്ന് അറിയത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനടുത്തുള്ളൊരു സ്ഥലമായതുകൊണ്ട് 40 കിലോമീറ്റർ എത്രയും ദൂരമേ ഉള്ളൂ. അടുത്തുള്ള സ്ഥലമായതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇത് ഇത്രയും ഒരു വലിയൊരു കാഴ്ചയായിരിക്കും എന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സൈഡിലെല്ലാം നമുക്കിങ്ങനെ ഈ രഥത്തിൻ്റെ ചക്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ 2 സൈഡിലും പറഞ്ഞില്ലേ 12 ചക്രങ്ങളാണ് 2 സൈഡിലും ഉള്ളത്. ഈ ചക്രത്തിൻ്റെ ഓരോ ചക്രത്തിൻ്റെയും നിഴൽ നിലത്ത് പതിക്കുന്നതനുസരിച്ച് ആണ് ഈ സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല. എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണെന്ന്. പക്ഷേ അതെനിക്ക് നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ തെറ്റായിട്ടുള്ള കാര്യം പറഞ്ഞു തരത്തില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇവിടെയൊക്കെ കണ്ട ഓരോ പണികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പണികളാണോ എന്നറിയത്തില്ല, അതോ ഇതിൻ്റെ ഇനി നിലവിലുള്ള ഭാഗങ്ങളൊന്നും അടന്ന് താഴോട്ട് വീഴാതിരിക്കാനായിട്ട് ഉള്ള താങ്ങൊക്കെ കൊടുത്തിരിക്കുന്നതാണോ എന്നറിയത്തില്ല. എന്താണെങ്കിലും ഇവിടെ ഇപ്പോഴേ ഇതിൻ്റെ നമുക്ക് വെളിയിൽ കൂടെ നടന്നുള്ള കാഴ്ചകളെ കാണാനായിട്ട് പറ്റുകയുള്ളൂ. മുകളിലോട്ട് നമുക്ക് കയറി ഇതിൻ്റെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് പറ്റുകയില്ല. അത് ആൾക്കാർ കയറരുതെന്നാണ് ഇവിടെ എല്ലായിടത്തും എഴുതി വച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള പുരാണവും ചരിത്രവും ഒക്കെ പറയാമെന്ന് ഞാൻ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു വീഡിയോയുടെ. പക്ഷേ അതിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് എനിക്ക് ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം പറയാം. ഇവിടുത്തെ സൂര്യദേവനാണല്ലോ ഇവിടുത്തെ മൂർത്തി. ഇവിടുത്തെ പ്രധാനപ്പെട്ട മൂർത്തിയായിട്ടുള്ള സൂര്യദേവന് മറ്റ്
മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ നമുക്കറിയാം ഏതെങ്കിലും ഒരു ആധാരത്തിൽ നമ്മൾ ഉറപ്പിച്ച ഒരു ശിലയിൽ തന്നെ ഉറപ്പിച്ചിട്ടായിരിക്കും നമ്മൾ ഈ വിഗ്രഹങ്ങളൊക്കെ വെക്കുന്നത്. പക്ഷേ ഇവിടുത്തെ വിഗ്രഹം അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഫ്ലോട്ടിംഗ് ആയിട്ട് നിൽക്കുമായിരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ ഈ പറയുന്ന കാര്യത്തിൽ ചരിത്രപരമായിട്ടുള്ള തെളിവുകളുണ്ടോയെന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനെയൊരു കഥ, ഇങ്ങനെയൊരു ഐതിഹ്യം ഇവിടെ കേൾക്കുന്നുണ്ട്. ഐതിഹ്യമാണോ ചരിത്രമാണോ പുരാണമാണോ അതൊക്കെ നമ്മൾ തീരുമാനിച്ചു കൊടുക്കുക. ഇങ്ങനെയൊരു കഥ ഇവിടെ എന്നാലും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഇതിൻ്റെ മുകളിൽ, ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് 50 ടണ്ണോളം ഭാരമുള്ള ഒരു കാന്തിക ശക്തിയുള്ള ഒരു വലിയ പാറക്കല്ലുണ്ടായിരുന്നു. അപ്പോൾ ആ പാറക്കല്ലിൻ്റെ കാന്തിക ശക്തി കാരണം ഈ വിഗ്രഹത്തെ ഇങ്ങനെ ഫ്ലോട്ടിംഗ് ആയിട്ട് നിർത്തുമായിരുന്നു. അതായത് പ്രത്യേകിച്ച് ആധാരമൊന്നുമില്ലാതെ ഇവിടുത്തെ സൂര്യദേവൻ്റെ വിഗ്രഹം ഫ്ലോട്ടിംഗ് ആയിട്ട് നിൽക്കുമായിരുന്നെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ക്ഷേത്രത്തിൻ്റെ കല്ലുകൾ, ഈ ക്ഷേത്രം പണിയാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കല്ലുകൾ പരസ്പരം ബന്ധിപ്പിക്കാനായിട്ട് മറ്റ് മിശ്രിതങ്ങൾ, കുമ്മായോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇതിനിടയ്ക്ക് ഇരുമ്പ് പാളികൾ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഇരുമ്പ് പാളികൾ വെച്ചതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുകളിലുണ്ടായിരുന്ന മാഗ്നറ്റിൻ്റെ പ്രഭാവത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ശക്തി കൊണ്ടാണ് ഈ ക്ഷേത്രത്തെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തിക്കൊണ്ടിരുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ട് നിന്നിരുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിന് യാതൊരു കേടുപാടുകളും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. പക്ഷെങ്കിൽ ഈ മാഗ്നറ്റ് ഇവിടുന്ന് മാറ്റം ചെയ്യപ്പെട്ടു. മാഗ്നറ്റ് ഇവിടുന്ന് മാറ്റിയത് പോർച്ചുഗീസുകാർ ആയിരുന്നെന്നാണ് പറയുന്നത്. പോർച്ചുഗീസുകാർ ഇത് മാറ്റുന്നത് ഈ ക്ഷേത്രത്തിനെ ആക്രമിക്കാനായിട്ടോ ക്ഷേത്രം തകർക്കാനായിട്ടോ വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല. അവരുടെ കപ്പലുകളൊക്കെ ഇത് കടൽ തീരത്താണ്, ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്താണല്ലോ ഈ ക്ഷേത്രമുള്ളത്. അപ്പോൾ അവരുടെ കപ്പലുകളൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഉള്ള ഈ കടലിലൂടെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ കോമ്പസ്, മാഗ്നറ്റിക് കോമ്പസിന് ഈ മുകളിലിരിക്കുന്ന മാഗ്നറ്റിൻ്റെതായിട്ടുള്ള ആ കാന്തിക വലയം വന്നു കഴിയുമ്പോഴത്തേനും അവർക്കത് പ്രശ്നമായിട്ട് തോന്നിക്കഴിഞ്ഞപ്പോഴത്തേനും അവർ വന്നിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലുള്ള ഈ കല്ല്, കാന്തിക പ്രഭാവമുള്ള വലിയ പാറക്കല്ലെടുത്ത് മാറ്റിയെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ വെളിയിലൂടെ പൂർണ്ണമായിട്ട് ഒരു പ്രദക്ഷിണം വെച്ചിട്ട് ഞാൻ വീണ്ടും ഈ നാട്യമണ്ഡപത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. ഇപ്പോഴേ നാട്യമണ്ഡപത്തിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് ഈ കാണുന്നത്. ഈ നാട്യമണ്ഡപത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാൻ, നമുക്ക് നാട്യമണ്ഡപത്തിൻ്റെ ഉള്ളിലോട്ട് കയറാം. അവിടെ മേൽക്കൂര ഇല്ലാത്തതുകൊണ്ട് മുകളിലത്തെ ഭാഗം ഒന്നും താഴോട്ട് ഇടിഞ്ഞ് വീഴുമെന്നൊന്നും പേടിക്കേണ്ട. അതുകൊണ്ട് ആൾക്കാരെ അങ്ങോട്ട് കടത്തി വിടുന്നുണ്ട്. പക്ഷേ ഈ ജഗ്മോഹൻ എന്ന് പറയുന്ന മെയിൻ പാട്ടിലോട്ട് ആൾക്കാരെ എപ്പോഴും കടത്തി വിടുന്നില്ല. അപ്പോൾ നമുക്ക് ഈ നാട്യമണ്ഡപത്തിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇതിൻ്റെ നമുക്ക് പുരാണ പശ്ചാത്തലം എന്താണെന്ന് നോക്കാം. ഈ ക്ഷേത്രത്തെക്കുറിച്ച് നമ്മുടെ പുരാണങ്ങളിലൊക്കെ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ശ്രീകൃഷ്ണ ഭഗവാന്റെ പുത്രനെ സാമ്പനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കഥയാണ് ഇവിടെ പ്രധാനമായിട്ട് കേൾക്കുന്ന ഒരു പുരാണ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം സാമ്പന് കൃഷ്ണൻ്റെ പുത്രനാണെങ്കിലും സാമ്പൻ ചെറിയൊരു കുസൃതിക്കാരനാണ്. അപ്പം സാമ്പൻ്റെ ചെറിയൊരു കുസൃതിയുടെ ഫലമായിട്ട് സാമ്പൻ ഒരു ശാപം ഏൽക്കേണ്ടി വരികയാണ്. അപ്പോൾ ആ ശാപത്തിൻ്റെ മോക്ഷം, ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, അദ്ദേഹത്തിന് ഈ സൗന്ദര്യത്തിൽ ശകല അഹങ്കാരം ഉണ്ടായിരുന്നു ഈ സാമ്പന്. അപ്പോൾ സാമ്പൻ്റെ ശരീരത്ത് കുഷ്ഠരോഗം മൂലം ശരീരമൊക്കെ വികൃതമായി പോകട്ടെ എന്നായിരുന്നു ശാപം. അപ്പോൾ ആ ശാപത്തിന് മോചനം നേടാനായിട്ട് ഇപ്പം നമ്മൾ ഈ കൊണാർക്ക് ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഇദ്ദേഹം 12 വർഷം സൂര്യദേവനെ തപസ്സനുഷ്ഠിച്ച് സൂര്യദേവനെ പ്രാർത്ഥിച്ചു. അങ്ങനെ സൂര്യദേവൻ പ്രത്യക്ഷപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ കുഷ്ഠരോഗം, ദേഹത്തിൻ്റെ വൈരൂപ്യമൊക്കെ മാറ്റിയെന്നാണ് കഥ. അപ്പോൾ അങ്ങനെ സാമ്പനാണ് ആദ്യമായിട്ട് ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിക്കുന്നത് എന്നാണ് പുരാണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ കഥ ഞാൻ വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. ഇതിൻ്റെ വേറെ ഒത്തിരി വശങ്ങളുണ്ട്, അങ്ങോട്ടൊന്നും നമ്മൾ പോകാതെ വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. 13-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം പണിതെന്നാണ് നമുക്ക് ചരിത്രരേഖകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 13-ാം നൂറ്റാണ്ടിലെ ഗംഗാ രാജവംശത്തിലുണ്ടായിരുന്ന നരസിംഹദേവ് ഒന്നാമൻ എന്ന് പറയുന്ന രാജാവാണ് ഈ ക്ഷേത്രം പണിതെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ ക്ഷേത്രം പണിതതിൻ്റെ പിന്നിലും അനേകം കഥകൾ, ക്ഷേത്രം പണിയാനുണ്ടായ മോട്ടിവേഷൻ്റെ പിന്നിലും അനേകം കഥകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ചിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള എലമെൻറ്റുകളൊക്കെ അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വാസയോഗ്യമായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് ഈ ക്ഷേത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അഭിമാനത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു. അപ്പം മറ്റ് രാജ്യത്തുള്ളതിനെ കഴിഞ്ഞുമൊക്കെ വലിയ ക്ഷേത്രങ്ങൾ പണിയുന്നത് ഒരു അഭിമാന പ്രശ്നവും, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു അഭിമാനത്തിൻ്റെ പ്രതീകമൊക്കെയാണ്. ഇപ്പം നമ്മൾ ഈ ചന്ദ്രനിലോട്ടും അങ്ങനെ പല സ്ഥലങ്ങളിലോട്ടും റോക്കറ്റ് വിടുകയും അങ്ങനെയുള്ള ഗവേഷണങ്ങളൊക്കെ നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഒരു അഭിമാനത്തിൻ്റെയും കൂടി ഒരു പ്രശ്നമാണ്. എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ക്ഷേത്രം പണിതതെന്നാണ് എനിക്ക് പല കാര്യങ്ങൾ വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഈ ക്ഷേത്രത്തിന് 3 ഭാഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളതെന്ന്. അതിൽ 2 ഭാഗങ്ങൾ മാത്രമേ നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് പറ്റുള്ളൂ. പുറകിലുള്ള നാട്യമണ്ഡപം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ കാണുന്നത് ഈ ജഗ്മോഹൻ എന്ന് പറയുന്ന ഭാഗമാണ്. ജഗ്മോഹൻ്റെയും ഈ ഒരു പരിധിക്ക് മുകളിലോട്ട് നമുക്ക് മുന്നോട്ട് കയറി അതിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് പറ്റുകയില്ല. പിന്നെ ഏറ്റവും എനിക്ക് വിഷമം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്, ഇത്രയും പഴക്കമുള്ള ഒരു ക്ഷേത്രമായിട്ടും ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ പൂജകളോ കാര്യങ്ങളോ ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള മറ്റ് യാതൊരുവിധ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും നടക്കുന്നില്ല. ഇതിപ്പം വെറും ഒരു ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലുള്ള ഒരു മോണുമെൻ്റ് എന്നുള്ള രീതിയിൽ ഇത് ആൾക്കാർക്കൊക്കെ, സന്ദർശകർക്കൊക്കെ, വിനോദസഞ്ചാരികൾക്കൊക്കെ വന്ന് കാണാൻ പറ്റുന്ന ഒരു സംഗതി മാത്രമാണ്. ഇവിടെ പൂജകളോ സൂര്യദേവൻ്റെ പൂജകളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ നടക്കുന്നില്ല.
ഈ കൊണാർക്ക് സൂര്യക്ഷേത്രം വളരെ വിശാലമായിട്ടുള്ളൊരു കോമ്പൗണ്ടിലാണ് ഇരിക്കുന്നത്. ആ വിശാലമായിട്ടുള്ള കോമ്പൗണ്ടിൽ നമുക്ക് അനേകം മറ്റ് പല സ്ട്രക്ചറുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും, ചെറുതും വലുതുമായിട്ടുള്ളവ. അപ്പം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഛായാദേവിയുടെ ഒരു ക്ഷേത്രമാണ്. ഛായാദേവി നമുക്ക് എല്ലാവർക്കും അറിയാം സൂര്യദേവൻ്റെ ഭാര്യയായിരുന്നു. അപ്പോൾ സൂര്യദേവൻ്റെ ഭാര്യയുടെ ഒരു ക്ഷേത്രവും ഈ കോംപ്ലക്സിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സൂര്യക്ഷേത്രം പണിത് അതേ സമയത്ത് തന്നെയാണ് ഏകദേശം ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ഛായാദേവിയുടെ ക്ഷേത്രവും പണിതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് പണിത കാലഘട്ടമൊക്കെയാണ് ആ ശിലാഫലകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അതുപോലെ തന്നെ കൊത്തുപണികളും ഒക്കെ ഏകദേശം അതേപോലെ തന്നെയാണ്. ആ സൂര്യക്ഷേത്രത്തിൽ കണ്ട രീതിയിൽ ഉള്ള കൊത്തുപണികളും ഒക്കെയാണ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിനിപ്പം നിലവിലിപ്പം ഇതിന് മേൽക്കൂര കാണാനായിട്ട് സാധിക്കുന്നില്ല. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെയും നമുക്ക് ചുറ്റും നടന്നുകൊണ്ട് ഇതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം, ഒരു പ്രദക്ഷിണം ആവുകയും ചെയ്യും. നമുക്ക് ഈ ഛായാദേവിയുടെ ക്ഷേത്രത്തിന് പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ഈ സൂര്യദേവൻ്റെയും ഛായാദേവിയുടെയും ഒക്കെ ഒരു കഥ പെട്ടെന്ന് നോക്കാം എന്താണെന്ന്. നമുക്കറിയാം സൂര്യദേവൻ്റെ ഭാര്യ സംഖ്യാദേവി എന്ന് പറയുന്നൊരു ഭാര്യയായിരുന്നു സൂര്യദേവനുണ്ടായിരുന്നത്. സംഖ്യാദേവി തന്നെ ശരണ്യു, സഞ്ജന എന്നുള്ള പേരിലൊക്കെ അറിയപ്പെട്ടിരുന്നതായിട്ടാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ സൂര്യൻ്റെ ഭാര്യയായിട്ടുള്ള സംഖ്യയ്ക്കും സൂര്യനും കൂടെ ഉണ്ടാകുന്ന മക്കളാണ് യമുനയും യമനും. സംഖ്യാദേവി ശിവൻ്റെ ഒരു ഭക്തയായിരുന്നു. അങ്ങനെ ഒരിക്കലും ഈ സംഖ്യാദേവി ശിവനെ ധ്യാനിക്കുവാൻ വേണ്ടിയിട്ട് വീട് വിട്ട് പോവുകയാണ്. അപ്പം വീട് വിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് 10-12 വർഷം കഴിഞ്ഞിട്ടാണ് സംഖ്യാദേവി തിരിച്ചു വരുന്നത്. അപ്പോൾ അതുവരെ ഈ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യമനെയും യമുനാദേവിയും ഒക്കെ നോക്കുവാൻ വേണ്ടിയിട്ട് ഈ സംഖ്യാദേവി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സംഖ്യാദേവിയുടെ സ്വന്തം ഛായയിൽ ഒരു ദേവിയെ സൃഷ്ടിക്കും. അത് ഈ സംഖ്യാദേവിക്ക് അനേകം ഇങ്ങനെ സിദ്ധികളും ഒക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ സ്വന്തം ഛായയിൽ തൻ്റെ രൂപത്തിൽ തന്നെ ഉള്ള ഒരു ദേവിയെ സൃഷ്ടിക്കും. ആ ദേവിയാണ് ഛായാദേവി എന്ന് പറയുന്നത്. സംഖ്യയുടെ അതേ ഛായയിൽ നിർമ്മിച്ചതുകൊണ്ടാണ് ഛായാദേവി എന്ന് പേര് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സൂര്യൻ ഓർത്തുകൊണ്ടിരുന്നത് സംഖ്യ തന്നെ ആയിരിക്കും, അവർക്ക് രൂപവും ഭാവവും എല്ലാം ഒരുപോലെ തന്നെ. അങ്ങനെ ഈ ഛായാദേവിക്കും സൂര്യനും കൂടെ ഉണ്ടാകുന്ന പുത്രനാണ് ശനിദേവന്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പുരാണത്തിൻ്റെ കഥകളുടെയൊക്കെ ഒരു രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കണക്ടിവിറ്റിയും ഈ എല്ലാവരുടെയും ജനനത്തിലും ഒക്കെയുള്ള ഒരു കഥകൾ വളരെ രസകരമായിട്ടുള്ള കഥകളാണ് നമ്മുടെ പുരാണത്തിലൊക്കെ ഉള്ളത്. കണ്ടോ, ഈ ഛായാദേവിയുടെ ക്ഷേത്രവും സാമാന്യം നല്ല വലുപ്പമുണ്ട്. നമ്മളിപ്പോൾ എത്ര നേരമായി പ്രദക്ഷിണം ചെയ്യാൻ തുടങ്ങിയിട്ടെന്ന് കണ്ടോ. അപ്പോൾ ഇതും മറ്റേ പോലെ തന്നെ നമ്മുടെ സൂര്യദേവൻ്റെ ക്ഷേത്രം പോലെ തന്നെ സാമാന്യം വലുപ്പമുള്ള ഒരു ക്ഷേത്രമാണ്. ഇതിനകത്ത് ചെറിയ രീതിയിൽ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഈ സൂര്യദേവൻ ഈ ഛായാദേവിയുടെ ക്ഷേത്രത്തിനകത്ത് ചെറുതായിട്ട് പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇവിടെ നമുക്ക് ഈ കൊണാർക്ക് ക്ഷേത്രത്തിൻ്റെ കോംപ്ലക്സിൽ കാണാൻ പറ്റുന്ന മറ്റൊരു സ്ട്രക്ചറാണ് ഇത് ബ്രിക്ക് ടെമ്പിൾ എന്നാണ് പറഞ്ഞത്. ഇതും 10-ാം നൂറ്റാണ്ടിനും 11-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് പണിതെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് എത്രയും പഴക്കമുള്ളതായിട്ട് എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. എന്തായാലും ഇതെന്താണ് സംഭവം എന്നും അറിയത്തില്ല. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഇവിടെ കണ്ടു, ആരോടും ചോദിച്ചിട്ടും ഒന്നും ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയത്തുമില്ല, ആരും ഇങ്ങോട്ട് ഇതൊന്നും കാണാനായിട്ട് വരുന്നുമില്ല. അപ്പോൾ എന്താണല്ലോ ഇത് കംപ്ലീറ്റ് ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ ഒരു സാധനം. ഇവിടെ കണ്ടു, ഇവിടെ സിമെൻറ്റിൻ്റെ അംശമാണെന്ന് തോന്നുന്നു. സിമെൻറ്റിൻ്റെ അംശമൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ചിലപ്പോഴത്തേനും ഇത് കഴിഞ്ഞിട്ട് ഇതിന് ബലക്ഷയമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സിമെൻറ്റ് തേച്ച് വെച്ചതായിരിക്കും. എന്താണെങ്കിലും നിഷ്പക്ഷമായിട്ട് പറയുകയാണ്, ഇത് കണ്ടിട്ട് ഒരു 10-ാം നൂറ്റാണ്ടിലെ 11-ാം നൂറ്റാണ്ടിലെ ഒരു സ്ട്രക്ചറായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പം എന്തു ആയിക്കോട്ടെ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യമാണ്. എൻ്റെ അറിവ് പൂർണ്ണമായിരിക്കണമെന്നൊന്നുമില്ല. അപ്പം ഇതിനും എന്താണല്ലോ ഒന്ന് പ്രദക്ഷിണം വെച്ചേക്കാം. എന്തായാലും ഒരു ടെമ്പിൾ എന്നാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കണ്ടു അപ്പുറത്തേക്ക് കാണുന്നതാണ് കൊണാർക്ക് ക്ഷേത്രം. കൊണാർക്ക് ക്ഷേത്രത്തിൻ്റെ കോംപ്ലക്സിൽ തന്നെയുള്ള ഒരു ബ്രിക്ക് ടെമ്പിളാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളാം. എന്താ വെച്ചാൽ ഈ ഭുവനേശ്വരിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ, ഒറീസയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അവർക്ക് അറിയായിരിക്കും. അപ്പോൾ എന്തെങ്കിലും അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് പറ്റുമായിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ വലതുവശത്തായിട്ട് നമുക്കിങ്ങനെ ഒരു കിച്ചൺ കോംപ്ലക്സ് ആണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ വിശാലമായിട്ടുള്ളൊരു അടുക്കളയായിരുന്നു. ആ അടുക്കളയിൽ വെച്ചിട്ടാണ് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ആവശ്യത്തിലേക്കുള്ള നേദ്യങ്ങളും കാര്യങ്ങളും അതുപോലെ അന്നദാനമൊക്കെ നടന്നിരുന്ന സമയത്ത് അന്നദാനത്തിനുള്ള ഭക്ഷണങ്ങളും ഒക്കെ പാചകം ചെയ്തുകൊണ്ടിരുന്ന ഈ കിച്ചൺ കോംപ്ലക്സിൽ വെച്ചിട്ടായിരുന്നു. ഇവിടെ നമുക്കിതിൻ്റെ മേൽക്കൂര ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം അതും ചിലപ്പോൾ കാലപ്പഴക്കം കൊണ്ട് തകർന്നു പോയത് ആയിരിക്കാം. അപ്പോൾ ഇതാണ് കിച്ചൺ കോംപ്ലക്സ്. ഇവിടെ കാണാൻ പറ്റുന്ന മറ്റൊരു സ്ട്രക്ചറാണിത്. നമ്മൾ ആ കിച്ചൺ കോംപ്ലക്സ് കണ്ടത് ക്ഷേത്രത്തിൻ്റെ വലതുവശത്താണ്. അതുപോലെ ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്ത് ഇതുപോലെ വലിയ 2 കുതിരകളുടെ പ്രതിമകളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ കുതിരകൾ ഈ കൊണാർക്കിലെ ക്ഷേത്രത്തിൽ കാണുന്ന ഈ കുതിരകളുടെ പ്രതിമയാണ് ഈ ഒറീസയുടെ ഒഫീഷ്യൽ എംബ്ലമായിട്ടുള്ളതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് സാമാന്യം നല്ല വലുപ്പമുള്ള ഒരു സാധാരണ കുതിരയുടെ വലുപ്പത്തിനെ കഴിഞ്ഞും കൂടുതൽ വലുപ്പം തോന്നിക്കുന്ന രീതിയിലാണ് ഈ പ്രതിമകളുള്ളത്. അതുപോലെ ഈ ക്ഷേത്രത്തിന് ചുറ്റുവട്ടത്ത് ഇതുപോലെ അനേകം ശില്പങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, കുതിരയുടെയും ആനയുടെയും ഒക്കെ. പക്ഷേ ഇതൊക്കെ പൂർണ്ണമായിട്ട് ഉള്ള ഒരു സ്ട്രക്ചറിലല്ല നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതൊക്കെ ചിലപ്പം കാലപ്പഴക്കം കൊണ്ട് തകർന്നു പോകുമോ അല്ലെങ്കിൽ പണി പൂർത്തിയാക്കാൻ പറ്റാതിരുന്നതോ ഒക്കെ ആയിരിക്കാം. ഒരു കുതിരയും ഒരു മനുഷ്യൻ്റെയും ഒക്കെ രീതിയിലുള്ളൊരു ചിത്രമാണ്. അതിനെക്കുറിച്ചൊന്നും ഒരു ശില്പമാണ്. അതിനെക്കുറിച്ചിട്ട് കൂടുതൽ എന്താണ് ആ ശില്പം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും എനിക്കറിയത്തില്ല. എന്താണല്ലോ ഇതാണ് ഒറീസയിലെ ഒഫീഷ്യൽ എംബ്ലത്തിൽ കാണുന്നത്. ഈ കുതിരയുടെ ചിത്രമാണ്.
ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ വെളിയിലായിട്ടൊരു നവഗ്രഹ ക്ഷേത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ പൂജകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇത് നേരത്തെ ക്ഷേത്രത്തിൻ്റെ കോംപ്ലക്സിനടുത്ത് മെയിൻ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആണ് ഇത് ഈ കോമ്പൗണ്ടിൻ്റെ വെളിയിലോട്ട് മാറ്റിയതെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇവിടെ എന്താണെങ്കിലും പൂജകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഈ അടുത്ത പ്രദേശത്ത് ഇത് മാത്രമാണ് ഇപ്പം ആക്റ്റീവായിട്ട് കണ്ട ഒരു ക്ഷേത്രം പോലെ കാണുന്ന ഒരു സ്ട്രക്ചർ ഇതാണ്. ഇവിടെ ഈ കൊണാർക്ക് ക്ഷേത്രത്തിൻ്റെ അടുത്ത് പെട്ടെന്നാണ് ഒരു കാറ്റും മഴയും എല്ലാം കൂടെ കണ്ടത്. ഇവിടെ ഈ ചുഴലിക്കാറ്റ് വാണിംഗ് ഉണ്ടായിരുന്നു. 2 ദിവസമായിട്ട് ഇവിടെ ചുഴലിക്കാറ്റ് അടിക്കാനായിട്ട് സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാണിംഗ് ടി വിയിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ മഴയുടെ ലക്ഷണങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും ഭയങ്കരമായിട്ട് മഴ ശക്തമായിട്ട് പെയ്യുന്നില്ല, കാറ്റ് ഭയങ്കരമായിട്ടുള്ള കാറ്റാണ്. അപ്പം ഈ എന്തായാലും ഞാൻ കാഴ്ചകളൊക്കെ കാണുകയും വീഡിയോകളൊക്കെ ചിത്രീകരിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ കാറ്റും മഴയൊക്കെ വന്നത്. ഒത്തിരി നേരത്തിനൊന്നും നിൽക്കുകയല്ലെന്നുണ്ട്, പക്ഷേ വളരെ ശക്തമായിട്ടുള്ള കാറ്റാണ്. അപ്പോൾ നമ്മൾ കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിൻ്റെയും ഛായാദേവിയുടെ ക്ഷേത്രത്തിൻ്റെയും ഒക്കെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം വീഡിയോകളൊക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നതിലേക്ക് നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.